നമസ്കാരം. ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാന നേതാക്കൾ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഷാലിമാർ ബാഗിൽ നിന്നുള്ള BJP MLA ആയ രേഖ ഗുപ്ത ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ BJPയുടെ സർക്കാർ അധികാരത്തിലേറുന്നതും. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ആം ആദ്മി തരംഗത്തിൽ 10 സീറ്റ് പോലും തികച്ചു നേടാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. രാജ്യതലസ്ഥാനമായതിനാൽ തന്നെ BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിര നേതാക്കളെയായിരിക്കും പരിഗണിക്കുകയെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പർവേഷ് വർമ്മയെ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്നതും. ആം ആദ്മി പാർട്ടി മേധാവിയായ അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് പർവേഷ് ഡൽഹി നിയമസഭയിൽ എത്തിയത്. വിജേന്ദർ ഗുപ്ത, ആശിഷ് സൂ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇവരെയെല്ലാം മറികടന്ന് 50-കാരിയായ രേഖയെ BJP തിരഞ്ഞെടുത്തത്. പർവേഷ് വർമ്മയെ പോലെയുള്ളവരെ മറികടന്ന് രേഖ ഗുപ്തയെ BJP തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തേത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ച സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഏകീകരിക്കാനുള്ള BJPയുടെ തന്ത്രമാണ്. പ്രകടന പത്രികയിൽ BJP ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് മാർച്ച് 1 മുതൽ നടപ്പിലാക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ രേഖ ഗുപ്ത ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സ്ത്രീ വോട്ടർമാരെ ആശ്രയിക്കുന്നെങ്കിലും പക്ഷേ അവരെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നില്ല എന്ന ധാരണ തകർക്കുക എന്നതും BJP ഇതുവഴി ലക്ഷ്യമിടുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രധാന പ്രചാരണവും ഇതുതന്നെയായിരിക്കും. കൂടാതെ രേഖ ഗുപ്ത ബനിയ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. പ്രധാനമായും വ്യാപാരികളാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ. വാജ്പേയി അദ്വാനി കാലഘട്ടം മുതൽ വ്യാപാരി സമൂഹം BJPയുടെ പ്രധാന വോട്ടർമാരാണ്. BJPയുടെ ഡൽഹി ഘടകത്തിന്റെ നട്ടെല്ലാണ് ബനിയകൾ എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാരിന്റെ നയങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെങ്കിലും രേഖ ഗുപ്തയുടെ നിയമനം ഈ ബന്ധം കൂടുതൽ ഉറപ്പിക്കും. താഴെത്തട്ടിൽ നിന്ന് വരുന്നവർക്ക് ഉന്നത സ്ഥാനം നൽകുക എന്ന സന്ദേശം കൂടി BJP ഇതിനൊപ്പം മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം ഇക്കാര്യം നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീമതി രേഖ ഗുപ്തജിക്ക് അഭിനന്ദനങ്ങൾ. അവർ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നയാളാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിലും സംസ്ഥാന സംഘടനയിലും മുനിസിപ്പൽ ഭരണത്തിലും സജീവമാണ്. ഇപ്പോൾ അവർ MLAയും മുഖ്യമന്ത്രിയുമായെന്നും ഡൽഹിയുടെ വികസനത്തിനായി അവർ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് തനിക്കുറപ്പുണ്ടെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. എന്തായാലും BJP പുതിയ നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി സ്ഥാനം.